ഇന്നലെ നമ്മൾ 47ാമത്തെ ശ്ലോകം കർമ്മണ്യ അധികാരസ്ഥെ ആ ശ്ലോകം ചൊല്ലി നമ്മൾ ചൊല്ലി അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമുക്ക് ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒന്നും കൂടെ അത് കാരണം ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ശ്ലോകമായ ഒരു ഗീതയുടെ പഞ്ചാമൃതം എന്ന് പറഞ്ഞുകൊണ്ട് 5 ശ്ലോകങ്ങളുണ്ട്. അതിൽ രണ്ടാമത്തെ ശ്ലോകമാണ് ഇത്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻസ് 5 ശ്ലോകങ്ങളുണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ശ്ലോകമായതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് വായിച്ചായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ ഒന്ന് ശരിക്കും നോക്കണേന്ന്. ആർക്കെങ്കിലും ഒന്ന് പറയാവോ ഈ ശ്ലോകത്തിനെ കുറിച്ച് എന്താ ഗ്രഹിച്ചതെന്ന്? ഞാൻ പറയട്ടെ. എന്തോ? ആ ഞാൻ പറഞ്ഞ. പറയട്ടെ. ആ പറഞ്ഞു. എനിക്കറിയാവുന്നത് പോലെ പറയാം. ആ ഫലം ഇച്ഛിക്കാതെ സമർപ്പണ ബുദ്ധിയോടെ കർമ്മം ചെയ്താൽ ചിത്തശുദ്ധി കൈവരിക്കാം. വേദത്തിൽ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യാഗം, യജ്ഞം മുതലായവയാണ്. ഗീതയിൽ ഓരോരുത്തരുടെയും ദിനംപ്രതിയുള്ള പ്രവൃത്തികളെയാണ് കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം കർമ്മനിരതരായി ജീവിക്കുക എന്നാണ് കൃഷ്ണൻ ഉപദേശിക്കുന്നത്. വേണ്ടാത്ത ചിന്തകൾ ജീവിതത്തെ ഹാനികരമായി ബാധിക്കും. പരാജയഭീതി കാരണം മനോവീര്യം നശിപ്പിക്കുന്നതുകൊണ്ട് ഓരോ കാര്യങ്ങളിലും ഭീതി കൊണ്ട് ഓരോ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ മടിക്കുന്നു. മനോവീര്യം ചോർന്നു പോകാതെ സർവ കഴിവും ഉപയോഗിച്ച് ഏറ്റെടുത്ത പ്രവൃത്തികൾ ആത്മാർത്ഥമായി ചെയ്യുക. ഇതാണ് കർമ്മയോഗം. ഇപ്രകാരം പ്രവൃത്തി ചെയ്ത ജീവിത വിജയം ഉറപ്പാണ്. ഇതാണ് കർമ്മത്തെ സംബന്ധിച്ച് ശാശ്വതമായ നിയമം. വർത്തമാനകാലത്തെ വേണ്ട പോലെ വിനിയോഗിച്ചാൽ നല്ലൊരു ഭാവി പ്രതീക്ഷിക്കാം. വർത്തമാനകാലത്തെ കർമ്മം തന്നെയാണ് ഭാവിയിൽ കർമ്മഫലമായി മാറുന്നത്. ഇന്ന് ചെയ്യുന്ന കർമ്മം നാളെ കർമ്മഫലമായി മാറും. അതിനാൽ ഭഗവാൻ ഉപദേശിക്കുന്ന ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട എന്നാണ്. പരമാവധി കഴിവ് വർത്തമാനകാലത്ത് ഉപയോഗിക്കുക. നമ്മുടെ നേട്ടങ്ങൾ സ്വയമേ വന്നു ചേരും. അതിനാൽ ധർമ്മരക്ഷയ്ക്കായി പൊരുതുന്നതിനായാണ് അർജുനനോട് ഭഗവാൻ ഉപദേശിക്കുന്നത്. പിന്നെ അഹന്താമമതകൾ കൂടാതെ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ല ഫലം തന്നെ തരും. അതുകൊണ്ട് ഭൗതികവും ആധ്യാത്മികവുമായ പുരോഗതി ഉണ്ടാകും. ഉത്തമ കർമ്മയോഗിക്ക് വേണ്ട 4 നിർദ്ദേശങ്ങൾ ഭഗവാൻ നൽകുന്നുണ്ട്. കർമ്മയോഗിയുടെ ശ്രദ്ധ മുഴുവനും ചെയ്യുന്ന കർമ്മത്തിലായിരിക്കണം. ഫലത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുത്. നിശ്ചിത ഫലം ഇച്ഛിച്ചാകരുത് കർമ്മം ചെയ്യുന്നത്. കർമ്മവിമുഖനാവാൻ പാടില്ല. ഞാൻ, എനിക്ക് എന്നുള്ള സ്വാർത്ഥചിന്ത വെടിഞ്ഞ് ജീവിതം ധന്യമാക്കാൻ കർമ്മയോഗിയെ സഹായിക്കുന്നതാണ് ഈ നിർദ്ദേശങ്ങൾ. ഈ നിലയിൽ ഫലേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന കർമ്മയോഗിക്ക് മഹത്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. അയാൾക്ക് ആത്മസംതൃപ്തി കിട്ടുന്നു. കർമ്മം ലക്ഷ്യമല്ല, മാർഗമാണ് പ്രധാനം. ആത്മസാക്ഷാത്കാരമാണ് ലക്ഷ്യം. ഈശ്വരനിൽ മനസ്സുറപ്പിച്ച് കർത്തവ്യങ്ങളായി വന്നു ചേരുന്ന കർമ്മങ്ങൾ അർപ്പണബോധത്തോടെ ചെയ്യുന്ന സാധകന് ചിത്തശുദ്ധി വേഗം കൈവരുന്നു. വാസനാമാലിന്യങ്ങളകന്ന് മനസ്സ് ശുദ്ധമാകുമ്പോൾ ധ്യാനാഭ്യാസത്തിനും ആത്മസാക്ഷാത്കാരവും നേടുവാനും സാധിക്കും. ഞാൻ മനസ്സിലാക്കിയത് ഇത്രയുമാണ്. ഇനി അതൊന്ന് അടച്ചു വെച്ചേ കുഞ്ഞമ്മ. ഞാൻ എനിക്ക് അടച്ചു വെച്ചൊന്നും പറയാറിഞ്ഞൂടാ. അല്ല, അടച്ചു വെച്ചിട്ട് കുഞ്ഞമ്മ ഇനി ഗ്രഹിച്ചതൊന്ന് പറഞ്ഞേ, മനസ്സിൽ നിന്നൊന്ന് പറഞ്ഞേ. ഇത് നോക്കി വായിപ്പം അത് ആദ്യ ശ്ലോകം അതിന്റെ അർത്ഥം വായിച്ചാൽ അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതിയായിരുന്നു, ഒരു നോട്ട് എഴുതി വായിച്ചു. ഞാൻ ഇപ്പൊ അതിന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞ് അന്ന് അടച്ചു അല്ല, വെച്ചിട്ട്. അതെനിക്ക് അറിയത്തില്ല. അല്ലാതെ വായിച്ചിട്ട് എഴുതിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അല്ലാതെ എനിക്ക് അങ്ങനെ അതിന് വേണമെങ്കിൽ 2 ദിവസം വേണം. അങ്ങനെയാണ്. അല്ല കുഞ്ഞമ്മ എന്താ ഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ മതി. അല്ല, ഒത്തിരി
എന്താണ് ഗ്രഹിച്ചത്? അതിൽ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. കർമ്മം ചെയ്യുന്ന ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്താല് പിന്നെ എന്തുവാണ് അല്ല, ഈ ഇതിനെ ചെയ്യുന്നതാണ് കുറിച്ചല്ല. കുഞ്ഞമ്മ എങ്ങനെ ചിത്തശുദ്ധി കർമ്മം കൈവരും. ചെയ്യും? ഇത് അമ്മ ഈ മനസ്സിലാക്കിയിട്ട് കുഞ്ഞമ്മ എങ്ങനെ കർമ്മം ചെയ്യാൻ, എങ്ങനെയാണ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? നമ്മളിപ്പം ഫലം ആഗ്രഹിച്ചിട്ടും കർമ്മം ചെയ്യാറില്ലല്ലോ. നല്ലത് വരട്ടെ, നല്ലത് വരുന്നെങ്കിൽ നല്ലത് വരട്ടെ, ചീത്തയാണെങ്കിൽ ചീത്ത, അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അപ്പം ഫലം ഇച്ഛിക്കാതെ സമർപ്പണ ബുദ്ധിയോടെ കർമ്മം ചെയ്താൽ ചിത്തശുദ്ധി കൈവരാം എന്നാണ് ഭഗവാൻ പറഞ്ഞേക്കുന്നത്. പിന്നെ അതുപോലെ വേദത്തിലെ യാഗം യജ്ഞം ഒക്കെ ആയിരുന്നു. ഭഗവാൻ ഗീതയിലെ ഓരോരുത്തരുടെയും ദിനംപ്രതിയുള്ള കർമ്മ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതൊക്കെയാണ് കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഭഗവാൻ പറയുന്നു. പിന്നെ അർജുനനോട് ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക, പിന്നെ യുദ്ധം ചെയ്യുന്നതാണ് ധർമ്മത്തിൽ കർമ്മം ചെയ്യാൻ പറയുന്നു. പിന്നെ ഇതിനകത്ത് നാല് രീതിയിൽ കർമ്മം ചെയ്യാൻ ഭഗവാൻ പറയുന്നുണ്ട്. ശരി ശരി കുഞ്ഞമ്മ. അല്ല, ഇത് 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 ഇതൊക്കെ പറയുന്നുള്ള ഇതെല്ലാം നമ്മൾ ഗീത അടച്ചു വെച്ചാൽ നമ്മുടെ മനസ്സിൽ എന്താ നിൽക്കുന്നതെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഇത് കുഞ്ഞു പറഞ്ഞല്ലോ ശരിയാ. ബുക്കിൽ നിന്ന് നോക്കി ഇങ്ങനെ നമ്മുടെ മനസ്സിൽ എങ്ങനെ തങ്ങുന്നു ഇത്, അങ്ങനെ അത് ചിന്തിക്കാൻ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ അങ്ങനെ ശ്രമിക്കണം. ഫലം ആഗ്രഹിക്കരുത്, ആ, കർമ്മം ചെയ്യുക. കർമ്മം ചെയ്യുമ്പം നല്ല രീതിയിലും ചെയ്യാം, ചീത്ത രീതിയിലും ചെയ്യാം. നല്ല രീതിയിൽ ചെയ്ത് മനസ്സ് എങ്ങനെ എങ്ങനെ ചീത്ത രീതി ശുദ്ധമാവും. ചെയ്യുന്നേ? ചീത്ത രീതി ഇപ്പം ദേഷ്യപ്പെട്ടോണ്ട് ചെയ്യരുതോ? ദേഷ്യപ്പെട്ടോണ്ട് ഇപ്പം നല്ല മനസ്സിൽ ദേഷ്യവും വന്നുകൊണ്ടിരുന്നത് ചെയ്താൽ ആ കർമ്മത്തില് അർത്ഥമില്ലല്ലോ. ആ, ആ. സന്തോഷത്തോടു കൂടി കർമ്മം ചെയ്യുക, ഉം, ഉം. അതാണ് വിചാരിച്ചേക്കുന്നത്. പിന്നെ ഇത് ശരിക്കും പറയണമെങ്കിൽ തിങ്കളാഴ്ച പറയാം. ശരി. നല്ലോണം നോക്കിയിട്ട്, എന്ന് വെച്ചാൽ ശരി. ഞാൻ ഇപ്പോഴാണ് അത് എടുത്ത് വെച്ച് നോക്കിയത്. നമ്മൾ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുന്നുണ്ട്, അപ്പം അങ്ങ് മറിച്ച് നോക്കിയിട്ട് കാര്യമില്ല. അല്ല, എനിക്ക് ഇന്ന് സമയം ശരി കിട്ടിയില്ലായിരുന്നു. ശരി ശരി കുഞ്ഞുമ്മ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇതൊക്കെ നമ്മളെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, ആ, അറിയാവുന്നത് പറയാം. വർത്തമാനകാലത്തെ കർമ്മം തന്നെ ഭാവി നമുക്ക് കർമ്മഫലമായിട്ട് വരുന്നത്. അന്നേരം നമ്മളെ ഈ വർത്തമാനകാലത്തിൽ തന്നെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങള് പിന്നെ വേഗത്തിൽ ചിന്തിച്ച് നമ്മളത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം, എന്ത് ചെയ്താലും അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നെ ഭാവിയിലായാലും നമ്മുടെ മനസ്സിനെ വാസന മാറ്റി നല്ലതാക്കി കൊണ്ടുപോകാൻ സാധിക്കും ചെയ്യുന്ന ജോലികൾ. അർപ്പണഭാവത്തിൽ ചെയ്യണം. നമ്മുടെ മനസ്സിലുള്ള ക്രോധം, ദേഷ്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും വാസനകൾ ഇതെല്ലാം മാറ്റിക്കൊണ്ട് കുറച്ചു നാള് ഇങ്ങനെ ഈശ്വരാർപ്പണത്തിൽ ചെയ്താല്. ഈശ്വരാർപ്പണത്തിൽ എങ്ങനെയാ ചെയ്യുന്നത് ഒന്ന് പറയാമോ? എങ്ങനെയാ ചെയ്യുന്നത് ചില ഈശ്വരാർപ്പണമായിട്ട്? എങ്ങനെ? നമ്മൾ ചെയ്യുന്ന അത് ധർമ്മത്തിൽ ചെയ്യണം. ചിലത് നമ്മൾ വിവേകത്തിൽ ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയോ തെറ്റോ എന്ന് ആലോചിച്ച് അതിലെന്തുവാ ധർമ്മമായിട്ട് നമുക്ക് തോന്നുന്നേ അത് നമ്മൾ ചെയ്യണം. അല്ലാതെ നമുക്ക് ഒരു പ്രതിഫലം കിട്ടിക്കൊണ്ട് ചെയ്യാനുള്ള രീതിയിലല്ല. നമ്മൾ ചെയ്യുന്ന ജോലി സത്യസന്ധമായിട്ടും നമ്മൾ ധർമ്മത്തിലും ചെയ്ത നമ്മുടെ മനസ്സിന് സമാധാനവും കിട്ടും. കുറച്ചുനാൾ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ മനസ്സിന് ഒത്തിരി മാറ്റങ്ങൾ വരും. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളിപ്പം ഞാൻ പറയട്ടെ, ആ, നമ്മളിപ്പോ കർമ്മം ചെയ്യുന്നത് ഇപ്പൊ ഭഗവാൻ പറയുന്നത് നമ്മളുടെ ആത്മസാക്ഷാത്കാരത്തിന് ഉള്ള വഴിയാണല്ലോ ഇതെല്ലാം പറയുന്നത്. യോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. ഈ കർമ്മ യോഗം ചെയ്ത് മനഃശുദ്ധി വരാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയാണല്ലോ കർമ്മം എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ മനഃശുദ്ധി എങ്ങനെ വരും?
എന്നാലും മനഃശുദ്ധി വന്നാലേ നമുക്ക് ആത്മസാക്ഷാത്കാരത്തിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ അർജുനന് പറയുന്ന പോലെ നമ്മൾ ലൗകികന്മാർക്ക് എല്ലാവർക്കും, നമ്മളിപ്പം സന്യാസ ജീവിതമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ജ്ഞാനയോഗം പറ്റും. പക്ഷെ കർമ്മത്തിൽ ജീവിക്കുന്നവർക്ക്, നമ്മൾ ലൗകികന്മാർക്ക് എല്ലാ ദിവസവും കർമ്മം ചെയ്താലേ പറ്റത്തുള്ളല്ലോ. അപ്പൊ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ആ കർമ്മം ചെയ്യുന്നത് നമ്മൾ ആ ചൈതന്യത്തിലാണ് ആ കർമ്മം, ആ ചൈതന്യത്തിലാണ് നമ്മൾ ആ കർമ്മം ചെയ്യുന്നതെന്നും ആ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ കർമ്മം ചെയ്യാൻ പറ്റുന്നതെന്നും ഉള്ള ഉറപ്പോടുകൂടി നമ്മൾ ത്തിലോട്ട് അർപ്പിച്ച്, നമ്മൾ ആ ചൈതന്യത്തിലാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ഫുൾ ആ കർമ്മത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് എനിക്ക് കിട്ടാൻ പോകുന്നു, എനിക്കിത് ഇതുകൊണ്ട് എനിക്കത് ഭാവിയിൽ ഇങ്ങനെ കിട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ ഇതിന് എനിക്ക് ഇങ്ങനെ ഇത് ചെയ്താൽ ഇങ്ങനെ ഇത് സംഭവിക്കുമോ എന്ന് പേടിച്ച് ഭാവിയെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലുള്ള കോൺസെൻട്രേഷൻ കുറയും നമ്മുടെ. അപ്പം എത്രത്തോളം നമുക്ക് ആ കർമ്മത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ആ ചൈതന്യത്തിൽ ഇരിക്കുന്നു എന്നാണ് അതിന്റെ ഒരു ഇത്. ആ ചൈതന്യത്തിൽ ഇരുന്നാലേ നമുക്ക് ആ കോൺസെൻട്രേഷൻ, ഫുൾ കോൺസെൻട്രേഷൻ, വേറെ ഒന്നിലും ശ്രദ്ധ പോകാതെ അതിനകത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് 100% അതിനകത്ത് ഉറപ്പിച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ഭാവിയെ പറ്റിയോ ഭൂതത്തെ പറ്റിയോ ഭാവിയെ പറ്റിയോ ചിന്തിക്കാനുള്ള ഇത് കിട്ടത്തില്ല നമുക്ക്. അപ്പൊ ആ ഭാവിയെ പറ്റി ചിന്തിച്ചാൽ നമുക്ക് ചെയ്യുന്ന കർമ്മം ഫുള്ളായിട്ട് നല്ല എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പേടിച്ചിട്ട് നമുക്ക് ആ കർമ്മം ഫുള്ളായിട്ട് നമ്മുടെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ എഫിഷ്യൻസി കുറഞ്ഞു പോകും, നമ്മുടെ കർമ്മത്തിലുള്ള നമ്മുടെ അതിന്റെ ഒരു എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് ഫുള്ളായിട്ട് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അതിന്റെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചാലും ഇല്ലെങ്കിലും അതിന് നല്ലതായിട്ട് പിന്നെ ഭാവിയിൽ വരും. അപ്പൊ ഭാവിയെ പറ്റി നമ്മൾ ഓർത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പ്രസന്റിൽ എങ്ങനെ ആ കർമ്മം നമ്മൾ ഫുൾ ഇൻവോൾവ് ആയിട്ട് ഊർജ്ജസ്വലതയോടെ എപ്പോഴും ആ കർമ്മ നിരതരായിട്ടിരിക്കുക, നമ്മൾ അലസമായിട്ടിരിക്കാതെ നമുക്ക് ഓരോ ചെറിയ ചെറിയ കർമ്മവും നമ്മൾ സൂക്ഷ്മതയോടെ നല്ല കോൺസെൻട്രേറ്റഡോടെയും ആത്മാർത്ഥതയോടെയും ചെയ്യണം എന്നാണ് പറഞ്ഞത് പോലെ. അപ്പൊ അത് അർജുനന് ആ സമയത്ത് യുദ്ധമാണ് ചെയ്യേണ്ടത്. അർജുനന് ചെയ്യേണ്ട ജോലി യുദ്ധമാണ്. അതുകൊണ്ട് നീ റിസൾട്ടിനെ പറ്റി ഒന്നും ആലോചിക്കണ്ട, ജയിക്കോ തോക്കോ ഒന്നും ചെയ്യേണ്ട. അതുപോലെ ഫുൾ ഇതായിട്ട് അർജുനൻ ഭയങ്കര ബില്ലാളിയാണല്ലോ. അപ്പൊ എന്തായാലും അർജുനന് ആ ജോലി അങ്ങ് ചെയ്താൽ മതി. അത് കൃഷ്ണനിൽ അർപ്പിച്ചെന്ന് പറഞ്ഞാൽ ആ ചൈതന്യത്തിൽ അർപ്പിച്ച് ചെയ്താൽ മതി. വേറെ റിസൾട്ട് കിട്ടുന്നോ ഇല്ലയോ എന്നത് അതുപോലെ നമ്മളുടെ കർമ്മവും അതുപോലെ തന്നെ. നമ്മൾ റിസൾട്ടിനെ പറ്റി ഒന്നും ആലോചിക്കേണ്ട, നമ്മൾ ആ ചൈതന്യത്തിൽ ചെയ്യുന്നു. അത് 100% ഇൻവോൾവ് ആയിട്ട് എപ്പോഴും ഏത് കർമ്മമാണെങ്കിലും, കൊച്ചു കർമ്മമാണെങ്കിലും ഏത് ചെറിയ കർമ്മമാണെങ്കിലും ഇൻവോൾവ് ആയിട്ട് ഫുൾ കോൺസെൻട്രേഷനോടുകൂടി ചെയ്യാം എന്നാണ് എനിക്ക് മനസ്സിലായത്. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റൂ? പിന്നെ ഒരു കാര്യം നമ്മളിപ്പം ഞങ്ങളുടെ ഇടയിൽ പറയുന്നു, നമുക്കിപ്പം ഇങ്ങനെ ഒന്നും ചെയ്യണ്ട, ഇത്രയും ആത്മാർത്ഥതയോടെ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ ചിലർ പറയുവേ. കാരണം നമുക്ക് ആരും ഒന്നും അവാർഡൊന്നും തരാൻ പോകുന്നില്ല. എല്ലാം പേഷ്യൻസിന്റെ നിന്നാണെങ്കിലും എല്ലാം കുറ്റപ്പെടുത്തലുകളും ശിക്ഷകളും ഒക്കെ വരത്തേ ഉള്ളൂ. അല്ലാതെ ഇത്രയും ആത്മാർത്ഥത കാണിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ നമ്മളുടെ അനുഭവങ്ങൾ വെച്ചിട്ട് അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇപ്പം നല്ല ആത്മാർത്ഥതയോട് കൂടി ജോലി ചെയ്ത ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഡോക്ടർ ഷാഹിദ എന്നൊക്കെ പറയുന്ന ആ മറ്റേ കത്രിയ കേസൊക്കെ ഇല്ലേ, ആത്മാർത്ഥമായിട്ട് ഏത് കേസ് വേണമെങ്കിലും വന്ന് കയറി ചെയ്തു. കാരണം ആ കോവിഡിന്റെ സമയത്ത് ചെയ്യുന്ന കുറെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും അതിന്റെയൊക്കെ റിസൾട്ട് പക്ഷെ ഇങ്ങനെ നോക്കുമ്പം അയ്യോ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ആത്മാർത്ഥതയോടെ ചെയ്ത ആൾക്ക് മാഡം റിട്ടയർ ആയി. പക്ഷെ ആ സസ്പെൻഷനിലാണ് റിട്ടയർ ചെയ്തത്. മനസ്സിലായ, തിരിച്ച് ജോലിക്ക് കയറാൻ പറ്റിയില്ല. അപ്പൊ ചിലർ പറയും കണ്ടോ ഇങ്ങനെയൊക്കെയല്ലേ അനുഭവം വന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ളത് ഇത്ര ആത്മാർത്ഥതയൊന്നും വേണ്ട. മനസ്സിലായി, ഇങ്ങനെ എല്ലാവരും അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും. പക്ഷെ ചിലപ്പോ ഇങ്ങനെ നോക്കുമ്പം അങ്ങനെ നെഗറ്റീവ് റിസൾട്ട് ആണെന്ന് തോന്നുവാണെങ്കിലും പക്ഷെ ഭഗവാൻ പറയുന്നത് ആ റിസൾട്ടിലൊന്നും കാര്യമില്ല. നമ്മൾ എത്രയും ഇൻവോൾവ് ആയിട്ട് ആത്മാർത്ഥതയോടെ ചെയ്യുക. അപ്പൊ ആ നമുക്ക് കിട്ടേണ്ട ഫലം പിന്നെ ഭഗവാൻ തന്നോളും. പക്ഷെ നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്യണം. എല്ലാരും പറയുന്നത് ഇത്രയും ആത്മാർത്ഥത കാണിച്ച് ഇത്രയും കേസ് കിടന്ന് ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് അത്രയും ആത്മാർത്ഥത കാണിച്ചവർക്കാണ് ഈ പ്രശ്നം വരുന്നത് എന്ന് നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. അപ്പോ നീ പറഞ്ഞ കേസ് ഉണ്ടല്ലോ, ആ ഇതിനകത്തില്ലാണ്ട് ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞില്ലേ 4 കാര്യങ്ങൾ, ഒരു 4 നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. അതിനകത്തിലെ മൂന്നാമത്തെ ഉണ്ട്, ഒരു നിശ്ചിത ഫലം ഉദ്ദേശിച്ചാവരുത് കർമ്മം ചെയ്യുന്നത്. അതെ, നീ പറഞ്ഞ പോയിന്റിന്റെ ആ ഈ മൂന്നാമത്തെ പോയിന്റ് ഒരു നിശ്ചിത. അപ്പം ആ ഡോക്ടർ ചെയ്യേണ്ട കാര്യം സിൻസിയറായിട്ട് ഏതോ ഒരു ഫാക്ടർ
സിൻസിയറായിട്ടാണ് ചെയ്തത്, വളരെ പ്രസന്റിൽ അല്ലാതെ വേറൊന്നും ചിന്തിക്കാതെ ഒന്ന് ചെയ്തു. പലരുടെ ഒരു ടീം എഫർട്ടാണ്, ഈ ടീം എഫർട്ടാണ്. അതെ അപ്പൊ വേറെ ഒരു ടീം മെമ്പർ ചെയ്യേണ്ട ജോലി ചെയ്യാത്തതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വന്നത്. അതെ 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 ആ അതെ പക്ഷേ അതാ പറഞ്ഞത്, ഈ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിശ്ചിതം. ആ ചെയ്യാനുള്ളത് ചെയ്തു. നമ്മൾ എവിടുന്നാ വിചാരിക്കുന്നേ, ഞാൻ ഈ ചെയ്ത കർമ്മത്തിന്റെ ഫലം കണ്ടോ എനിക്ക് അലിഗേഷൻസ് വന്നു, അതെ എനിക്ക് അപ്രീസിയേഷൻ കിട്ടേണ്ടതിന് ഒരു അലിഗേഷൻസ് വന്നു. അതെ നമ്മൾ അവിടുന്ന് റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു. അല്ലല്ല, നമ്മൾ എവിടാ ചെയ്യുന്നത് അതിന്റെ ഫലം അവിടുന്ന് പ്രതീക്ഷിക്കുന്നതാണ് എൻ്റെ തെറ്റ്. അതൊരു നിശ്ചിത ഫലം. അതാ ഞാൻ കർമ്മം ചെയ്യാണ്, ഇത് അവിടുന്ന് എനിക്ക് ആ അപ്രിസിയേഷൻ കിട്ടണം, അല്ലെങ്കിൽ എന്നെ അലിഗേഷൻ ഉണ്ടാവരുത്. ഇതല്ല ബേസിസ്. ഞാൻ ചെയ്യാനുള്ള ചെയ്തു. പക്ഷെ എനിക്ക് പറഞ്ഞു, ഈ ഫലത്തിൽ നമുക്ക് ഫ്രീഡം ഇല്ല. ഫലം സോ മെനി ഫാക്ടേഴ്സിൽ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് അവിടെ സംഭവിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതെ അതെ ഞാൻ ആത്മാർത്ഥത കാണിക്കും, സിൻസിയറായിട്ട് ജോലി ചെയ്യണ്ടല്ലോ എന്ന് അല്ല പറയുന്നത് തെറ്റല്ലേ? എല്ലാവരും ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. എല്ലാവരും ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ആ എല്ലാവരും ഇന്റർപ്രറ്റ് ചെയ്യുന്ന അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തോളൂ. അല്ല, കാരണം ഇപ്പൊ ഈ ജോലിയിൽ നിന്നല്ലേ ഈ നെഗറ്റീവ് ഇന്റർപ്രറ്റ് കിട്ടിയത്. ചെയ്യുന്നത് നിനക്കെന്തോ തോന്നുന്നു? അല്ല എനിക്കല്ല ഞാൻ പറഞ്ഞത്, അല്ല, പൊതുജനത്തിന്. അതെ അതെ, അത് സത്യമാണ്. അതെ, ഇതൊന്നും അതെ ആരും അറിയുന്നില്ലല്ലോ. ഇതിന്റെ ഈ ശരിയായിട്ടുള്ള അറിയുന്നില്ല. ട്രൂത്തിനെ അറിയാത്തവർ അങ്ങനെ പറയത്തുള്ളൂ. പക്ഷെ നീ അതെ എന്താ ഇതിനകത്ത് 95% മനസ്സിലാക്കിയത്? ആൾക്കാരും അല്ല അതാ പറഞ്ഞേ, ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം നമ്മളുടെ കർമ്മഫലത്തിന്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഏതൊരു രീതിയിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മം ഒരു രീതി, നമ്മളിപ്പം നന്മ ചെയ്യുന്ന ആൾക്കാരായിരിക്കത്തില്ല നമുക്ക് തിരിച്ച് നന്മ ചെയ്യുന്നത്, വേറെ ആരെങ്കിലും ആയിരിക്കും. അപ്പം നമ്മൾ ഒരാൾക്ക് ചെയ്യുന്ന കർമ്മം, ഒരാൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം നമ്മൾ അവരിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല ഒരിക്കലും. ഇതിൽ ഏത് ഞാൻ ഫീൽഡ് അപ്പൊ മെഡിക്കൽ ഈ പറഞ്ഞ കാര്യത്തിൽ ഒന്ന് പറയട്ടെ, വേറെ കറണ്ട് അഫയേഴ്സിലുള്ള ഒരു കാര്യം. ഈ തമിഴ്നാട്ടിലെ അണ്ണാമലൈ എന്ന് പറഞ്ഞിട്ട് IPS റിസൈൻ ചെയ്ത് പൊളിറ്റിക്സിൽ വന്നില്ലേ? ആ അണ്ണാമല ഇപ്പം തമിഴ്നാട് പൊളിറ്റിക്സിൽ നിന്ന് മാറ്റി നിർത്തിക്കിട്ട് അപ്പൊ അണ്ണാമലയുടെ ഒരു എക്സ്പീരിയൻസ് അറിയാവോ നിങ്ങൾക്ക്? ആ ഒരു കേസ് അറിയാവോ? ഇല്ല BJP ആയിരുന്നു, ഇപ്പൊ വേറെ പാർട്ടി രൂപീകരിക്കുന്നത്, അതാണോ? അത് ഞാൻ പറയുവാ. IPS റിസൈൻ ചെയ്തിട്ട് പൊളിറ്റിക്സിൽ നല്ലൊരു അതെ മനുഷ്യനാ, അതറിയാം. നല്ലൊരു ആദർശമുള്ള ഒരു മനുഷ്യനാ. പക്ഷേ ചിലയിടത്ത് നമ്മൾ വിചാരിച്ച പോലെയുള്ള ഇത് വരുത്തില്ല. അത് അതാ പറഞ്ഞു, ഓരോന്നിനും. ഇപ്പൊ ഈ മാഡം, നിന്റെ സീനിയറായിട്ടുള്ള മാഡം നല്ലപോലെയൊക്കെ ഓപ്പറേഷനോ ഇതൊക്കെ ചെയ്യും. പക്ഷെ ഏതോ അവരുടെ തന്നെ ആവണമെന്നില്ല അതിനുള്ള പ്രശ്നം വരാൻ. അവരുടെ കുറ്റമല്ല. അതെ, അതാ പറഞ്ഞത്, അവരുടെ കുറ്റം കൊണ്ടല്ലാതെ സൗദി വെക്കേണ്ടി വന്നു. അതൊരു കർമ്മഫലം, അത് വേറെ എന്തോ കർമ്മഫലമാണ്. അതാ. അല്ല, അപ്പം പക്ഷെ നമ്മുടെ റൈറ്റ്, നമ്മുടെ ഇതിലായിരിക്കരുത് നമ്മുടെ സ്വസ്ഥത പോകുന്നു. അയ്യോ, എനിക്ക് നല്ലത് വന്നാലേ എനിക്ക് സ്വസ്ഥതയുള്ളൂ, അലിഗേഷൻസ് വന്നാൽ എനിക്ക് ഡിസ്റ്റർബ്, അതാകരുത്. നമ്മൾ എല്ലാത്തിനെയും പ്രസാദ ബുദ്ധിയിൽ കാണാൻ പോയാൽ പ്രശ്നമില്ല. ഈ ഒരു നിശ്ചിത ഫലം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ പ്രശ്നം വരുന്നത്. അതെ, അല്ല നമ്മൾ ബാക്കിയുള്ളവരുടെ കണ്ണിൽ അത് ഇത്രയും ബാക്കിയുള്ളവർ വിചാരിക്കുന്നത് ഇത്രയും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്ത ഒരാൾക്ക് ഈ പ്രൊഫഷനിൽ നിന്ന് വന്ന റിസൾട്ട് ഇങ്ങനെയാണല്ലോ എന്ന് എല്ലാവർക്കും തോന്നും. പക്ഷെ നമ്മൾ ഈ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോഴേ നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇത് മനസ്സിലാകത്തുള്ളൂ. അതാ ഈ കർമ്മഫലത്തിൽ ഇതിന്നുള്ളതാ കർമ്മഫലം, വേറെ എന്തോ കർമ്മഫലം മാഡം ഇങ്ങനെ അനുഭവിച്ചു. അത് പിന്നെ നമ്മൾ ചെയ്യുന്ന നന്മയുടെ ഫലവും അനുഭവിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ കാണുന്നത് ഈ കർമ്മഫലം മാത്രം നമ്മളിങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണുന്നുണ്ടായിരിക്കും, എല്ലാവർക്കും കാണുന്നത്. പക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് ഇത്രയും സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് ഇത്രയും ഫലം വന്നു, അതുകൊണ്ട് ഇത്രയും ആത്മാർത്ഥത വേണ്ട എന്ന് ഒരു ജനറലി എല്ലാവരും പറയുന്നത് മനസ്സിലായി. പക്ഷെ നമുക്ക് ഇത് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇത് കർമ്മം എന്തായാലും നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്യണം. അത് നെഗറ്റീവ് റിസൾട്ട് വരാം, പോസിറ്റീവ് റിസൾട്ട്. അല്ല മഞ്ജു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അപ്പൊ ആ കുട്ടി അനുഭവിച്ച വേദനയോ? അതുണ്ട്. അല്ല അത് ആ വേദന, അവരുടെ വേദനയുടെ കാര്യമല്ല പറഞ്ഞത്. അത് വേദന തന്നെയാണ്. അതെ അവരുടെ ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. അതെ അല്ല ഇതിപ്പം ഇപ്പം അതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആ ഡോക്ടർ ഇങ്ങനെ കോവിഡിന്റെ സമയത്ത് 2-3-4 ഓപ്പറേഷൻ ചെയ്യുന്ന അവര് കുറച്ചുകൂടെ നോക്കണ്ടായിരുന്നു. അതെ അത് നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടല്ലോ, എണ്ണ നോക്കുന്ന സിസ്റ്റർമാരാ
നമ്മൾ അടയ്ക്കുന്നതിന് മുമ്പ് ഡോക്ടർമാർ സിസ്റ്ററിനോട് ചോദിക്കും എണ്ണം കറക്റ്റ് ആണോ ഇല്ലയോ. അല്ല ഡോക്ടർ ഇരുന്ന് ഡോക്ടർ അല്ല എണ്ണി തിട്ടപ്പെടുത്തുന്നത്, സിസ്റ്റർമാരാണ് എണ്ണി തിട്ടപ്പെടുത്തുന്നത്. അപ്പോൾ ഡോക്ടർ സിസ്റ്ററിനോട് ചോദിക്കും എണ്ണം കറക്റ്റ് ആണോ. സിസ്റ്റർമാർ എണ്ണം കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അടയ്ക്കും. ഡോക്ടർ ബ്ലീഡിങ്ങിന്റെ ശ്രദ്ധയും വേറെ എന്തെങ്കിലും മുറിയുന്നുണ്ടോ, ഓപ്പറേഷൻ ചെയ്യുന്ന കാര്യമൊക്കെ ശ്രദ്ധിക്കുന്ന ഡോക്ടറാണ്, ഡോക്ടറല്ലേ ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ കൗണ്ടൊക്കെ കണക്കെടുക്കുന്ന സിസ്റ്റർമാരാ. എത്ര ഇൻസ്ട്രുമെന്റ്സ് എടുത്തു, എത്ര തുണികൾ എടുത്തു എന്നൊക്കെ കൗണ്ട് സൂക്ഷിക്കുന്ന സിസ്റ്റർമാരാ. അപ്പൊ അതിന്റെ ചുമതല സിസ്റ്റർമാർക്കാ. അപ്പൊ പക്ഷെ ഡോക്ടറിന്റെ പേരിലല്ലേ വരുന്നുള്ളൂ കുറ്റമൊക്കെ. ഡോക്ടർ എണ്ണം തെറ്റത്. അപ്പം ഡോക്ടർ സിസ്റ്ററിനോട് ചോദിച്ചിട്ടാണ് അടയ്ക്കുന്നത്. ഡോക്ടറിന് ഈ ബ്ലീഡിങ്ങിന്റെ കൺട്രോളിനും വലിയ മുഴ എടുത്ത് മാറ്റുന്നതിന്റെ പേഷ്യന്റ് കോംപ്ലിക്കേഷൻസും അതൊക്കെ മാനേജ് ചെയ്യുന്ന, അത് ഓപ്പറേഷന്റെ സാങ്കേതിക ഇതൊക്കെ ചെയ്യുന്നത് ഡോക്ടർമാര്. പക്ഷെ ഈ കൗണ്ട്സ് ഒക്കെ നോക്കുന്നത് നമ്മൾ ഇത്രയും കൗണ്ടർ വർഷം ചെക്ക് ആ ചെയ്യുന്നത് കുട്ടി അടയ്ക്കുന്നതിന് മുമ്പ്. അനുഭവിച്ചില്ലേ? അത് സിസ്റ്ററിന്റെ അതെ അത് പേഷ്യന്റ് സൈഡിൽ നിന്ന് ഭയങ്കര വേദനയാണ്. അതല്ല ഞാൻ പറഞ്ഞത് ഡോക്ടർമാർ ഈ പറഞ്ഞ ഈ ഇത് രാത്രിയിലും ഒക്കെ ഓപ്പറേഷൻ കുറെ കോവിഡിന്റെ സമയത്ത് എന്ന് പറയുന്നത് മറ്റേ PPE കിറ്റും ഒക്കെ ഇട്ടിട്ടാണ് 3-4 ഓപ്പറേഷനൊക്കെ ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് അത്രയും ബുദ്ധിമുട്ടി ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്ന് പേഷ്യന്റ് അവര് സസ്പെൻഷനിലായി, അവര് റിട്ടയർ ചെയ്തു. അവരുടെ കുറ്റമല്ല, ഡോക്ടറിന്റെ കുറ്റമല്ല. മറ്റേ സിസ്റ്റർ പറഞ്ഞ് ആ കണക്ക് ശരിയാണെന്ന് പറഞ്ഞ് ഡോക്ടർ അടച്ചതാണ്. മനസ്സിലായി. അപ്പൊ ആരുടെയും കുറ്റമല്ല. പേഷ്യന്റ് സഫർ ചെയ്യുന്നത് അത് വേറൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ എന്താ പേഷ്യന്റ് ഇത്രയും വർഷങ്ങൾ അത് വെച്ചോണ്ടിരുന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ എന്തായാലും അതുണ്ട്. അപ്പൊ അതും അതും ഈ കുഞ്ഞമ്മ ചോദിച്ചില്ലയോ, ആ സ്ത്രീ എന്തോ പഴിച്ചു, ആ സ്ത്രീ അനുഭവിച്ചില്ലേ എന്ന് ചോദിച്ചില്ലേ? കർമ്മഫലം. ഇത് എത്ര വർഷം? അല്ല അല്ല, അതിന്റെ കാരണം എന്താ? ആ ഒരു അനുഭവം അത് അവർക്ക് അവരുടെ കിട്ടണം എന്നുണ്ട്. അപ്പം അതെ, ഇപ്പൊ അതും ഞാൻ കർമ്മഫലമാണ്. അല്ല, ഒരു അനുഭവം എങ്ങനെ വരുന്നു? എനിക്ക് അനുകൂലവും പ്രതികൂലമായിട്ടുള്ള അനുഭവം എങ്ങനെ വരുന്നു? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് പ്രതികൂല അനുഭവം വരുന്നു. എന്തുകൊണ്ടാ? അതെ, കർമ്മഫലം. കർമ്മഫലം. രണ്ടുപേരും അവരവരുടെ കർമ്മഫലമാണ് അനുഭവിച്ചത്. അതെ അതെ, അതെ, രണ്ടുപേരും അവരുടെ നമ്മളിത് കർമ്മഫലം. അപ്പൊ പറയുമ്പോൾ അതിൽ നമ്മൾ നമുക്ക് മനസ്സിലാണ്. കർമ്മഫലത്തിൽ നമുക്ക് ഫ്രീഡം ഇല്ല. നമ്മുടെ അതെ, കർമ്മത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്രീഡം. അത് പക്ഷെ നമുക്ക് ഇങ്ങനെ ആത്മീയമായിട്ടുള്ള ചർച്ചകളിലല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ അതെ ഒരു ലൗകികമായിട്ടുള്ള അതെ ഇപ്പൊ കോടതി പോയാലും ആ അത് നമ്മുടെ കർമ്മഫലമാണ്. അതുകൊണ്ട് ഇത് ഇവരുടെ കർമ്മഫലമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലല്ല, നമുക്ക് അതെ ലൗകികമായിട്ട് അതാണ് കോടതികൾ ഈ സത്യങ്ങളെ അതെ നമ്മൾ വ്യാവഹാരികതയിൽ ഉപയോഗിച്ചുകൂടാ. ഈ ഇന്ററാക്ഷനിൽ ഇത് ഉപയോഗിച്ചുകൂടാ. എന്റെ മൈൻഡിന്റെ അതെ ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഇത് ഞാൻ അല്ലാതെ ഉപയോഗിച്ചുകൂടാ. ഈ ഡോക്ടറാണ് അതിന് ഉത്തരവാദി. ഡോക്ടർ അല്ലെങ്കിലും അതെ ഡോക്ടറാണ് അതിന്റെ എന്താണ് എന്തെങ്കിലും പണിഷ്മെന്റ് അവരത് സഹിച്ചേ പറ്റൂ. അപ്പം ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഇവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഡോക്ടർ ഗീത പഠിച്ചൊരു ഡോക്ടറാണെങ്കിൽ ഒരു വിഷമവും വരത്തില്ല. ഗീത ഉൾക്കൊണ്ട ഒരു ഡോക്ടർ ആയിരുന്നെങ്കിൽ അത് വരില്ല. ഗീത ഉൾക്കൊള്ളാത്താണെങ്കിലോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആ മൈൻഡിൽ. ഞാൻ ഒന്നും ചെയ്യാതെ ഞാൻ ഇത് അനുഭവിക്കേണ്ടി വന്നല്ലോ. അപ്പൊ അതാണ് നമ്മുടെ ഇതിനെ ഉൾക്കൊണ്ടാൽ നമുക്ക് മനസ്സിൽ ശാന്തി ഉണ്ടാവും. നമ്മൾ മൈൻഡ് ഡിസ്റ്റർബ് ആവത്തില്ല. ഫലത്തിൽ ഞാൻ ഫിക്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് പ്രശ്നം. ഫലം ഏതിനെയും ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാ. പ്രസാദ ബുദ്ധിയിലാണെങ്കിലോ ഞാൻ നല്ലൊരു പ്രവൃത്തി ചെയ്തു, അതിനെനിക്ക് ഒരു തിക്താനുഭവം വരുന്നെന്നിരിക്കട്ടെ. നല്ലൊരു പ്രവൃത്തി ചെയ്തിട്ട് എനിക്ക് ഒരു ദുഃഖാനുഭവം വരുക, അതിനെ പ്രസാദ ബുദ്ധിയിലെടുക്കണം. പക്ഷേ അതാ പറഞ്ഞു, വിവേകത്തിൽ നമ്മൾ ഏതിനെയും വികാരത്തിൽ നമ്മൾ മുങ്ങിപ്പോരുത്. അതാ ഇതിൻ്റെ ഒരു ആ കർമ്മഫലം. അതാ കർമ്മയോഗം. ഞാൻ എങ്ങനെ എൻ്റെ വാസനാകർമ്മങ്ങളെ, അവരവരുടെ ഇഷ്ടമാണല്ലോ വാസനകൾ, എൻ്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത്. അതാ എൻ്റെ സ്വധർമ്മം. ആ സ്വധർമ്മം എങ്ങനെ അനുഷ്ഠിക്കണം അതാ അർജുനോട് പറയുന്നത്. അർജുൻ ഇങ്ങോട്ട് വന്നപ്പോഴെങ്ങനെയാ, യുദ്ധത്തിലോട്ട് വന്നപ്പോഴേ ആദ്യം ഭയങ്കര ഭയങ്കര ഒരു വീര്യത്തോട് വന്നു. ഈ മുത്തശ്ശനെയും ബന്ധുമിത്രാദികൾ കണ്ടപ്പോൾ തളർന്നു പോയി, വിഷമിച്ചിരുന്നു, തളരുന്നു, എൻ്റെ കൈ വിറയ്ക്കുന്നു, ഇരിക്കുക. അപ്പം നമ്മൾ ഇതിനെ കർമ്മയോഗത്തിൽ കാണും. എൻ്റെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് ഇതെൻ്റെ ധർമ്മത്തിലാണ്. ആ ഒരു വിചാരം, അല്ലാതെ ഇതിൻ്റെ റിസൾട്ടിന് വേണ്ടിയല്ല. റിസൾട്ട് എന്തുവാട്ടെ, നീ ഈ യുദ്ധത്തിൽ ജയിക്കാം തോക്കാം എന്തും അതാ ബാലൻസ്ഡ് മൈൻഡ്. ഒരു കർമ്മം ചെയ്യുന്നതിനും പുറകിൽ നമ്മുടെ സാധാ മൈൻഡിനെ ഡിസ്റ്റർബ് ആകാതെ കാമായിട്ട് നിർത്തിക്കൊണ്ട് വേണം ഏത് കർമ്മങ്ങളും ചെയ്യാൻ. ഇതാണ് ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യ എത്ര കാര്യമായി.
ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ പറയൂ. ജോസാണോ? ജോസ്. അതെ. ഓക്കെ, പറയൂ ജോസ്. ഞാന് എല്ലാമൊക്കെ കേട്ടിരിക്കുകയായിരുന്നു. കേട്ടതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായത് അങ്ങോട്ട് പറയാം. ഒന്ന്, നമ്മളിപ്പം ഇത് വായിക്കുമ്പോഴേ മനസ്സിലാകുന്ന ഒരു കാര്യം, പരീക്ഷ കൂടാതെ കർമ്മം ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു എന്താണ്, ഒരു അൺസയന്റിഫിക് എന്ന് പറയുമ്പോൾ നീ ജോലി ചെയ്താൽ നിനക്ക് കൂലി കിട്ടണ്ടേ എന്നൊരു ചോദ്യവും അതൊരു വിമർശനാത്മകമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് തോന്നി. പക്ഷേ അങ്ങനെ നമ്മൾ വിമർശനക്കുമ്പോൾ തന്നെ ഇതിന്റെ ആന്തരിക അർത്ഥം എന്ന് പറയാം, ഈ രീതിയിൽ എനിക്ക് ജോലി, എൻ്റെ ശമ്പളം എന്ന രീതിയിൽ ചെയ്യുമ്പോൾ എനിക്ക് ഉത്കണ്ഠ, ആകുലത, മനോവീര്യമില്ലായ്മയൊക്കെ വരും. അത്തരം സന്ദർഭങ്ങളിൽ ഇതിൽ നിന്ന് ഒരു മഹത്തായ ആദർശത്തെ മുൻനിർത്തി, അതാണ് നേരത്തെയൊക്കെ പറഞ്ഞ ഡോക്ടറുടെ കാര്യം പറയുമ്പോൾ, ഒരു ആദർശത്തെ മുൻനിർത്തിക്കൊണ്ട് അതിൽ ഉറച്ച മനസ്സുണ്ടാകും. അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് പാടാണ്. ആ ഉറച്ച മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ നമ്മുടെ കർമ്മത്തിൽ തന്നെ ഉറച്ച് മുന്നോട്ട് പോകും. പിന്നെ അടുത്തത് മനസ്സിലായ ഒരു കാര്യം, അത്ര ആഴത്തിൽ മനസ്സിലായില്ലെങ്കിൽ ചെറുതായിട്ട് മനസ്സിലായ കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്ന എല്ലാ പ്രവൃത്തികളും ഒരു ചിത്തശുദ്ധി അല്ലെങ്കിൽ ഒരു ആത്മനിർവൃതി തരുന്നുണ്ട്. ഒരു വൈദിക പ്രവൃത്തി, ഒരു ദൈവത്തെ പ്രാപിക്കാൻ വേണ്ടി നമ്മളൊരു ഭക്തകൃത്യങ്ങൾ മാത്രം ചെയ്യണമെന്നില്ല. അവനവൻ്റെ ഡ്യൂട്ടി ചെയ്യലാണ്. അവൻ്റെ നെഗ്ലക്റ്റ് ഓഫ് വൺസ് ഡ്യൂട്ടി ആണ് ഏറ്റവും വലിയ സിൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പൊ അവനവൻ്റെ ഡ്യൂട്ടി ചെയ്യലാണ് ഏറ്റവും വലിയ നന്മ. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രീകുട്ടൻ പറഞ്ഞ പോലെ തോക്കുവോ ജയിക്കുമോ എന്നുള്ള ചിന്ത വിട്ട് ചെയ്തു കഴിഞ്ഞാൽ ജയം കിട്ടുകയും ചെയ്യും. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പരമമായ ആനന്ദം, ചെയ്തു തീർക്കുന്നതിനുള്ള ആനന്ദവും അതൊരു ഈശ്വര സാക്ഷാത്കാരമായിട്ട് മാറുന്നു. എല്ലാ ജോലികളും ഒരു ഈശ്വര സാക്ഷാത്കാരം, ഈശ്വരനിലേക്ക് എത്തിച്ചേരുക. ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആ ഒരു എന്താണ്, ചിത്തമല്ലല്ലോ, വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതായത് എല്ലാ വർക്ക്സ്, എല്ലാ ലേബേഴ്സ്, എല്ലാ വർക്ക്, എല്ലാ ഡ്യൂട്ടീസും നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന് ചെയ്യുന്ന, ഈശ്വരന് ചെയ്യുന്ന ഒരു ഈശ്വര കർമ്മമാണ്. അതിന് അതിൻ്റെതായ ഫലങ്ങളും കിട്ടും. ഇത്രയാണ് എനിക്കൊന്ന് ചെറുതായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളത്. വളരെ കാര്യമായിട്ട് ഇത് മനസ്സിലാക്കിയേക്കുന്നത്, യാതൊരു സംശയമില്ല. ഏ? വളരെ വളരെ ഇതായിട്ട് വളരെ ആപ്റ്റായിട്ടാണ് മനസ്സിലാക്കിയേക്കുന്നത്. അത് ശരി, കൊള്ളാം, നന്നായിരിക്കട്ടെ. അല്ലല്ല, ഇതാണ് അതിന്റെ ഓക്കെ. കണ്ടന്റ്. അതാ നമ്മൾ ഏത് കാര്യവും, ഏത് ചെറിയ കാര്യമായാലും നമ്മൾക്ക് വന്നു ചേരുന്ന കർത്തവ്യ കർമ്മങ്ങളെ നമ്മൾ ഹോൾ ഹാർട്ടഡായിട്ട് ചെയ്യില്ല. എനിക്ക് ഇത് ഈ വന്നു ചേരുന്ന കർമ്മം എനിക്ക് ഇഷ്ടമല്ല, അല്ലാതെ എനിക്ക് ഇഷ്ടമാണ്. ഈ ഞാൻ എൻ്റെ ഹോൾ ഹാർട്ടഡായിട്ട് വേണം ഇതിനെ അപ്രോച്ച് ചെയ്യാൻ. എനിക്ക് വന്നു ചേർന്നേക്കുന്നത്, എൻ്റെ മുന്നിലോട്ട് വന്നു ചേർന്ന ഒരു കർത്തവ്യം എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ വാസനയ്ക്ക് അനുസരിച്ചുള്ള കർമ്മം അല്ല വന്നു ചേരുന്നത്. പക്ഷേ ഇതൊരു ഈശ്വരാർപ്പണമാണ്. ഞാൻ ഈ ഈശ്വരന്റെ ഒരു അംശമാണ്. അപ്പൊ അത് നമ്മൾ നിഷേധിച്ചിട്ടും കാര്യമില്ല. നമ്മളത് വേണ്ടെന്ന് മാറ്റി വെക്കണം, പോകണം എന്ന് വിചാരിച്ചാലും മുകളിൽ നിന്ന് തരുന്നത് നമ്മൾ സ്വീകരിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ സ്വീകരിച്ചതിനെ അതായിട്ട് ഓരോ ദിവസവും അതാതിന്റെ സന്തോഷമായിട്ട് അവനവന്റെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോവുക. ആ കർമ്മം ചെയ്യാതിരുന്നാൽ ഈ പറഞ്ഞതുപോലെ, ആ ഇന്റർപ്രിട്ടേഷൻ പറയുന്നത് പോലെ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഭാവിയിലാണ് ഇപ്പൊ വർത്തമാനകാലത്ത് ജീവിക്കുന്നത്. വർത്തമാനകാലത്ത് ഭാവിയിൽ പരാജയം ഉണ്ടാകുമെന്ന് വർത്തമാനകാലത്ത് ജീവിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ വർത്തമാനകാലത്ത് ജീവിക്കുകയല്ല, ഭാവിയിലാണ് ജീവിക്കുന്നത്. ആ ഒരു നല്ല ആശയമാണ് ഈ ഒരു ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. നമ്മൾ ഏത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ആൻസൈറ്റി, അയ്യോ ഇത് ശരിയാവൂ, നേരെയാവൂ, എന്നിട്ട് ഇത് നേരെയായിട്ട് വേണം എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ. നമ്മൾ ഇങ്ങനെയുള്ള വ്യാകുലതയിൽ ഈ കർമ്മം ചെയ്താൽ എങ്ങനെ കർമ്മം ശരിയാവും? അപ്പം ഇതാണ് ഈ മെക്കാനിസത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ, എനിക്ക് ശരിക്കുമുള്ള വിജയം വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനനുസരിച്ച് എൻ്റെ മൈൻഡ് ഏതൊരു കർമ്മമാട്ടെ, നമ്മൾ ഡിസ്റ്റർബ്ഡ് മൈൻഡോടുകൂടി ചെയ്താൽ ഏതെങ്കിലും കർമ്മം ശരിയാവൂ? നമ്മൾ ഭയങ്കര ഡിസ്റ്റർബൻസിലിരിക്കുക, ഒന്ന് നമ്മൾ ശരിയായിട്ട് ചെയ്യത്തില്ല. വിദ്യാർത്ഥികൾക്കിടയിലുള്ള സ്ട്രെസ് ഭയങ്കരമല്ലേ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അത് ഈ പറയാൻ, എനിക്ക് വിജയിക്കണം, നീറ്റ് വിജയിച്ചിരിക്കണം, എനിക്കത് കിട്ടിയിരിക്കണം, ഡോക്ടർ ആകിയേ പറ്റൂ, അല്ലെ MBBS ആയേ കിട്ടൂ, ഇല്ലെങ്കിൽ പിന്നെ തമിഴ്നാട്ടിലെങ്ങാണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ ഒരു കുട്ടി 93% മാർക്ക് വാങ്ങിച്ച് +2 പാസ്സായി. പക്ഷേ അത് വെറുതെ പാസ്സായതേ ഉള്ളൂ. പക്ഷെ അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലും ഇന്റർപ്രിട്ടേഷനിലും ബുദ്ധി ഉപയോഗിച്ചും
നിമിഷങ്ങൾ കൊണ്ട് ഉത്തരം കണ്ടെത്തേണ്ട ഈ ഇതിന്റെ നീറ്റിന്റെ എക്സാമിനേഷൻ വന്നപ്പോൾ അതിന് ഒരു ചോദ്യത്തിന്റെ പോലും ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ആ കൊച്ചങ്ങ് ആത്മഹത്യ ചെയ്തു. അപ്പൊ ആദ്യമേ ഈ പറഞ്ഞതുപോലെ അപ്പൊ ആ ഒരു വിദ്യാഭ്യാസം ആ രീതിയിലാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു മോശം വശം കൂടിയാണ്. നീ ഇന്നതാകാൻ വേണ്ടി പഠിക്കണം, ഇന്നതായേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നിനക്ക് ദോഷമാണ്, അല്ലെങ്കിൽ നിനക്ക് ആ ഒരു കാര്യത്തിന് നിനക്ക് അച്ചീവ് ചെയ്തില്ലെങ്കിൽ യു ആർ യൂസ്ലെസ് എന്നുള്ളൊരു ചിന്ത. അപ്പം നമ്മുടെ കുട്ടികളിലൊക്കെ ഈ ഒരു ആശയങ്ങൾ അങ്ങോട്ട് കുട്ടിക്കാലത്തെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏത് പ്രതിസന്ധികളെയും അതെ. നേരിടാനുള്ള ആ ശക്തി കിട്ടും. അതെ. ഓക്കെ. ഇതാണ് ഇതൊക്കെ നമ്മൾ സൂക്ഷ്മമായി നമ്മൾ പെരിഫറലായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊന്നും തോന്നത്തില്ല. ശരിക്കും നമ്മൾ കാര്യങ്ങളെ വ്യക്തമായിട്ട് സൂക്ഷ്മമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ കാര്യം അപ്പം നമുക്ക് മൈൻഡ് ഇതിൽ പെട്ടുപോകത്തില്ല, എമോഷണലായിട്ട് നമ്മൾ തകർന്നു പോകത്തില്ല. നമുക്ക് എവിടെയും Okay. വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു മൈൻഡിന് സ്ട്രെങ്ത് കിട്ടും. ഇതാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. കുട്ടികൾ മാത്രമല്ല, എല്ലാവരും നമ്മൾ വലിയവരായാലും എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ തളർന്നു പോകും. ഇനി എത്രയോ പേര് നമ്മൾ സൂയിസൈഡ് കോൺഫിഡൻഷ്യൽ ഗ്രൂപ്പിന്റെ CJ റോയ്, അങ്ങേർക്ക് പണമില്ലാത്തതിന്റെ കുഴപ്പമാണോ? അങ്ങേര് ഒരാഴ്ചയായി അങ്ങേര് ഉറങ്ങിയിട്ട്. അപ്പം എന്നിട്ട് അങ്ങേര് സൂയിസൈഡ് ചെയ്യുക. എന്നാ നമുക്ക് വേറെ വഴി. അതാ പറഞ്ഞത്, നമ്മൾ എമോഷണലി നമ്മൾ ഇതങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ അത് ആ എമോഷണൽ കുടുക്കിലോട്ട് പോകരുത്. എപ്പോഴും നമ്മൾ മൈൻഡിനെ ആ എമോഷൻസ് വേണം, എക്സ്പ്രസ് ചെയ്യണം. നമ്മുടെ മൈൻഡിന്റെ സ്റ്റേറ്റിനെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ എമോഷൻസാണ്. പക്ഷെ ഈ എമോഷൻസ് ആയിക്കൂടെ നമ്മൾ കർമ്മം ചെയ്യാൻ തുടങ്ങിയാലോ അത് നമ്മളെ നാശത്തിലോട്ടേ കൊണ്ടുപോകത്തുള്ളൂ. അപ്പൊ എമോഷൻസ് വേണം, പക്ഷെ കർമ്മം ചെയ്യേണ്ടത് എപ്പോഴും വിവേകത്തിലായിരിക്കണം. എന്നുവെച്ചാൽ ഈ കർമ്മം ചെയ്യുന്നതിന്റെ പുറകിലുള്ള ചിന്ത എന്ന് പറയാൻ ബുദ്ധി എന്നാ പറയുന്നത്. ഈ ബുദ്ധി എമോഷനുമായിട്ട് അലൈൻ ആയിക്കൂടാ. ഈ ബുദ്ധി നമ്മുടെ വിവേകമായിട്ട് അലൈൻ ആവണം. അതിന് തടസ്സം നിൽക്കുന്ന എന്തുവാ? ഈ എമോഷൻസ്, എൻ്റെ വാസന എന്നുള്ള എമോഷൻസ് ഇങ്ങനെ തള്ളി വരും. ഇതിനെ മാനേജ് ചെയ്യാനാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. മനോനിഗ്രഹം. നമ്മൾ ഏത് പ്രാക്ടീസും എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ എന്തുവാ? മനസ്സ് എപ്പോഴും സംശയാത്മികം. ഞാൻ അന്ന് ചിന്മുദ്ര പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിലെ ചെറിയ വിരല്, കുഞ്ഞു വിരല് ഈ മനസ്സിനെ നമ്മളിപ്പോഴും പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് നിൽക്കണ മനസ്സിന് സംശയം വരുമ്പോൾ നമ്മളെപ്പോഴും ഈ കുഞ്ഞു വിരലാണ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്ക് ഒരു മിനിറ്റ് എനിക്ക് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. നമുക്കൊരു സംശയമാണ്, കൃത്യതയില്ല. അവിടെ നമ്മൾ ഈ മനസ്സ് എപ്പോഴും സംശയാത്മികം. അത് എമോഷൻസ് ബേസ്ഡാണ്. ഈ മനസ്സ് ഈ എമോഷൻസിന് ഈ ഇന്റലക്റ്റും എമോഷൻസും കൂടെ കൊലൂഡായിട്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. നമ്മൾ എമോഷൻസ് ആകുമ്പോൾ അങ്ങനെ ചെയ്തുകൂടാ. നമ്മളെ ഒബ്സർവ് ചെയ്യണം. ഓക്കെ, എനിക്ക് ഈ എമോഷൻസ് ആണ്, എൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇതാണ്. അപ്പോൾ പക്ഷെ ഞാൻ കർമ്മം ചെയ്യേണ്ടത് ഇതിനെ ബേസ് അല്ല. എങ്ങനെയാണ് യുക്തം എന്നുള്ളത് നമ്മുടെ ഒരു യുക്തിയുണ്ട്, അത് ഈ ഇന്റലിജൻസിൽ നിന്ന് വരും. പക്ഷെ നമ്മൾ ഞാനങ്ങ് വികാരം തള്ളിച്ചേരുന്നാലോ അതിന് വരാൻ, ആ ഡയറക്ഷൻ വരാൻ സ്പേസ് ഇല്ല. പക്ഷെ നമ്മൾ ഈ സ്വസ്ഥമായിട്ട് രാത്രി കിടക്കുമ്പോൾ എമോഷൻസ് ഒന്നുമില്ല. അപ്പൊ എനിക്ക് ആ ഡയറക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഡയറക്ഷൻ എന്തുകൊണ്ട് ആ കർമ്മത്തിന്റെ സമയത്ത് എനിക്ക് കിട്ടിയില്ല? ഞാനിങ്ങനെ വികാരം തള്ളിച്ചേരായിരുന്നു. ഞാൻ അതിനെ ഈ വികാരങ്ങളെ മാനേജ് ചെയ്യാൻ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. എൻ്റെ എമോഷൻസിനെ ഞാൻ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ എനിക്ക് വിവേകത്തിൽ കർമ്മം ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു കർമ്മത്തിന്റെ പുറകെയുള്ള ഒരു മെക്കാനിസം ഇതാ. ഇപ്പൊ നമ്മൾ എല്ലാവരും എന്തിനാ ഈ കർമ്മം ചെയ്യുന്നേ? നമ്മൾ ഈശ്വരനിലോട്ട് അടുക്കാനാ, ഈശ്വരൻ അകന്നു പോകാനല്ല. അപ്പൊ ഈശ്വരനിൽ നിന്ന് മാറ്റി നിർത്തിയേക്കുന്ന എന്തുവാ? എൻ്റെ വാസനകളാ, എൻ്റെ ഇഷ്ടവും അനിഷ്ടവും. ഇതാണ് എൻ്റെ ഈശ്വര ശക്തി. എന്നിലുള്ള ഒരു ഈശ്വര ശക്തിയിലാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്, കർമ്മം ചെയ്യുന്നത്. ഈശ്വരൻ ഇല്ലെന്ന് പറയുന്നവർ പോലും ആ ഈശ്വരന്റെ ശക്തിയിലായിരുന്നു പറയുന്നത് ഈശ്വരൻ ഇല്ലെന്ന്. അപ്പം എന്നിലൊരു ശക്തിയുണ്ട്, അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നതുവാ ഈശ്വരൻ എന്നിൽ നിന്നും അകലെയാണ്. ഈ ഈശ്വരൻ എന്താ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ ഒന്നും ചെയ്തല്ലോ. ഈശ്വരൻ തരുന്ന ഒരു ശിക്ഷയോ അല്ലെങ്കിൽ ഒരു അനുഗ്രഹവും പോലാണ് നമ്മുടെ ഓരോന്നിനെയും കാണുന്നത്. ഇതെല്ലാം നമ്മുടെ കാർമിക് എഫക്റ്റാണ്. നമ്മളൊരു നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നല്ലത് തിരിച്ചു വന്നിരിക്കും. ഞാനൊരു മോശം പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മോശം അനുഭവം എനിക്ക് വന്നിരിക്കും. അപ്പം ഞാൻ ഒരു വ്യക്തിക്ക് ഒരു ദുഃഖാനുഭവം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നിന്ന് ആയിരിക്കത്തില്ല എനിക്ക് ദുഃഖാനുഭവം തിരിച്ചു തരുന്നത്. ഏതോ ഒരു സമയത്ത് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടാത്ത വേറൊരു വ്യക്തിയുടെ നിന്നാണ് എനിക്ക് ആ അനുഭവം വരുന്നത്. ഇതേപോലെയാണ് നമ്മൾ അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അനുഭവമുണ്ട്. നമ്മൾ എവിടൊക്കെയോ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആരെങ്കിലും മുമ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. എല്ലാവരുടെയും ലൈഫിലുണ്ട് ഇത്.
നമ്മുടെ ചെയ്ത് പോയ കാർമിക് എഫക്റ്റ് ആരിൽ കൂടെയൊക്കെയോ വരും നമ്മൾ എത്തിച്ചു. അവിടെയാണ് നമ്മൾ ഈശ്വരനെ കാണുന്നത്. ഈശ്വരനല്ല ഈ തന്നത്, പക്ഷെ ഇതെല്ലാം സംഭവിക്കുന്നത് ഈശ്വര ശക്തിയില്ല, ഈശ്വരന്റെ ചൈതന്യത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇപ്പൊ സൂര്യന്റെ ഈ എനർജിയിലാണ് ഇവിടെ എല്ലാം നടക്കുക. ഇവിടെ എല്ലാം ഈ ജീവജാലങ്ങളൊക്കെ വളരുന്നത്, ഈ നിലനിൽക്കുന്ന ഇതിന്റെയാ. പക്ഷേ സൂര്യനാണോ? സൂര്യൻ ഓരോരുത്തരും നിലനിർത്തുവന്നോ? സൂര്യന്റെ ചൂടിൽ നടക്കുകയാണിത്. സൂര്യൻ പറയുന്നുണ്ടോ ഞാൻ തുണി ഉണക്കുന്നത്, ഞാൻ നിങ്ങളുടെ എല്ലാം തുണി ഉണക്കി തരുന്നത് ഞാനാണ് സൂര്യൻ അവകാശപ്പെടുന്നുണ്ടോ? സൂര്യന് അങ്ങനെ നിൽക്കുന്നു. അപ്പൊ എന്ന് പറഞ്ഞൊരു പരമാത്മ ചൈതന്യത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. നമ്മുടെ പ്രവൃത്തി കർമ്മം ചെയ്യുന്നതെല്ലാം ഈ കോസ്മിക് എനർജിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതെല്ലാം കോൺഷ്യസ് എനർജിയാണ്. ഈ കോൺഷ്യസ് എനർജിയാണ് എന്നെ കൊണ്ട് ഓരോന്ന് ഈ കോൺഷ്യസ് എനർജിയിലാണ് എനിക്ക് ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. മാറിച്ച് ഇതല്ലാതെ പറഞ്ഞു നമ്മൾ ഇത് കോസ്മിക് എനർജി ഡെഡും ഈ കോൺഷ്യസ് എനർജി ബോധമുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ കോൺഷ്യസ് എന്ന് പറയുന്നത്. മറ്റേ ഡെഡാണ്. അതിന് സ്വയം ചിന്തിക്കാനുള്ള കോസ്മിക് എനർജിക്ക് സ്വയം ആ ഒരു ഇന്റലിജൻസ് അതിനകത്ത് ഇല്ല. അതേസമയത്ത് കോൺഷ്യസ് എനർജിക്കോ അതൊരു ഇന്റലിജൻസ് ബേസ്ഡാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിരിക്കുന്നു. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എവിടുന്നാ ക്രിയേറ്റ് ആയിരിക്കുന്നത്? നാച്ചുറൽ ഇന്റലിജൻസ് എന്നാ. നമ്മുടെ ഉള്ളിലല്ല എന്തെല്ലാം നടക്കുന്നു. ഇത് ഏത് ഇന്റലിജൻസിലാ? അതൊരു നാച്ചുറൽ ഇന്റലിജൻസ്. ഇതാണ് ഈശ്വര ശക്തി എന്ന് പറയുന്നത്. അതാ ഈ നാച്ചുറൽ ഇന്റലിജൻസ്. അതെല്ലാവരിലും ഉണ്ട്, വെളിയിലുള്ളിടത്തല്ല, നമ്മളിലും ഉണ്ട്. പക്ഷെ നമ്മൾ വെളിയിലാണ് കാണുന്നതിന്. അയ്യോ ഞാനും ഈശ്വരൻ തമ്മിൽ എന്തും വേണ്ടി ഇത് എത്ര നമുക്ക് അങ്ങനെ ഒരു ധാരണയാണ്. നമ്മളിലുണ്ട് എല്ലാം, നമ്മളില്ലാത്തത് ഒന്നുമില്ല. പക്ഷെ നമ്മൾ കവേർഡ് ആണല്ല. അതിനെ അൺകവർ ചെയ്യണം. ഇതാണ് ഈ അൺകവർ ചെയ്യുമ്പോഴാണ് എൻ്റെ മൈൻഡിന് സ്ട്രെങ്ത് വരുന്നത്. അല്ലെങ്കിലോ അയ്യോ ഇത് എനിക്കൊന്നും ഒക്കത്തില്ല, അയ്യോ നമ്മളൊരു വീക്ക്നെസ്, മൈൻഡിന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഇതാണ്. സത്യങ്ങളെ തിരിച്ചറിയുമ്പോഴാണ് സ്ട്രെങ്ത് ആവുന്നത്. നമ്മൾ ആ ബാലൻസ്ഡ് മൈൻഡ് എപ്പോഴാണ് വരുന്നത്? അല്ലെങ്കിലോ നമ്മൾ ഈ എമോഷൻസിൽ പൊങ്ങിന്താണ് ലൈഫ് എക്സോസ്റ്റ് ആവും. ഇങ്ങനൊരു ജീവിതം വേണമെന്ന് നമുക്ക് തോന്നും. നമ്മൾ കാര്യങ്ങളെല്ലാം തിരിച്ചറിയി കഴിയുമ്പോൾ നമ്മൾ ഇതിനെല്ലാം എൻജോയ് ചെയ്യാൻ തുടങ്ങും. നമുക്കുണ്ടാവുന്ന അഡ്വേഴ്സിറ്റിയും ഓപ്പർച്യൂണിറ്റിയും എല്ലാം നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ടേ തോന്നുള്ളൂ. കാരണം എല്ലാ അഡ്വേഴ്സിറ്റികളും അങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതാണ് ഇന്റലിജൻസിന്റെ ഒരു ഇത്. ഏതിനെയും നമുക്ക് അതാ ഇതിനെയൊക്കെ സൂക്ഷ്മമായി ഗ്രഹിക്കണം, ഉൾക്കൊള്ളണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അപ്പം വഴി തുറക്കും. നമ്മൾ വിചാരിക്കും എനിക്കിതൊന്നും നമ്മൾ ഓരോന്നിലോട്ടും വരുന്തോറും ആ ട്രാൻസ്ഫർമേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതൊരു പരമാർത്ഥമാണ്. ഇതിനെ നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്താൽ എത്രത്തോളം നമുക്ക് പോവാം. നമ്മുടെ ജന്മം ഉയരും, ഞാനെന്ന ജീവാത്മാവ് ഉയരും, എൻ്റെ വാസനകൾ റെഡ്യൂസായി വരും. എന്നുവെച്ചാൽ അതിന് പിന്നെ പുതിയതായിട്ട് വാസന ഉണ്ടാവത്തില്ല. അതേസമയത്ത് ഞാൻ എൻ്റെ എമോഷൻസിലാണ് ചെയ്യുന്നെങ്കിലോ കൂടുതൽ ഞാൻ വാസനകളെ കൂട്ടിക്കൊണ്ടിരിക്കും. അതെൻ്റെ ജന്മങ്ങളെ കൂട്ടും. എനിക്ക് ഇനിയും ഇങ്ങനെ ഒരു ജന്മം വേണ്ടെങ്കിൽ ഞാൻ ഈ വാസനകളെ അതിനാ മനോനിഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ വാസനകളെ നിഗ്രഹം ചെയ്യുക. എങ്ങനെ നിഗ്രഹം ചെയ്യും? അതിന് സപ്രസ് ചെയ്യാൻ പറ്റത്തില്ല. സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 10 മടങ്ങ് അത് ഇരട്ടിയായിട്ട് വരും. അപ്പൊ നമ്മൾ അതിനെ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയുമ്പോഴത്തേക്ക് നമ്മളിലുള്ളൊരു മാറ്റങ്ങൾ തുടങ്ങും. നമ്മൾ അതിനനുസരിച്ച് പ്രയത്നം ചെയ്യണം. എൻ്റെ മനോഭാവം ഈ സത്യങ്ങളെ തിരിച്ചറിയുന്നതാണ് എൻ്റെ നിരന്തരം തിരിച്ചറിഞ്ഞ് ഉറപ്പിക്കണം അതിനെ. അതാണ് പ്രയത്നം. അതാണ് നമ്മുടെ എഫർട്ട് എടുക്കേണ്ടത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒന്നല്ല. എന്തായാലും നമ്മൾ നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഉറയ്ക്കും, കേൾക്കുന്നവർക്കും പറയുന്നവർക്കും എല്ലാവർക്കും. സമയമായി, നമുക്ക് നാളെ കാണാം. ഓക്കെ.